എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നമസ്കാരമാണോ സ്വാഗതമാണോ എന്താണേലും കുഴപ്പമില്ല കേട്ടോ. എൻ്റെ ഉദ്ദേശം ഇത്രയാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡൗട്ടൊക്കെ നമ്മളെ ജിത്തു സ്റ്റാൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ, യൂട്യൂബ് ചാനലിൽ, അത് റെസിപ്പി വീഡിയോസൊക്കെ ഇടുന്ന ചാനലാണല്ലോ. അപ്പോൾ അതിൽ കയറിയിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സുഖമായിട്ട് പോകില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, കുറേ പേര് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നമുക്ക് ഇതിലിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണ് ഇത് കുറച്ചായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. പക്ഷേ ഇതിൽ വീഡിയോസൊന്നും ഇടാറുണ്ടായിരുന്നില്ല. ഇനി നമുക്കിതിൽ റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഇട്ട് ഇത്തരം കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാം. സംഭവം വേറൊന്നുമല്ല, ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതിനെ പറ്റി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് കുറേ പേര് ചോദിച്ചത് കേട്ടോ. അവർക്ക് കിട്ടാൻ ഒരുപാട് വഴികളുണ്ട്. പക്ഷെ എന്നാലും നമ്മളെന്താണ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള അറിവോ കാര്യമോ ഒന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ എന്താ ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറയുമ്പോൾ, അല്ലെ ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും എന്താ പറയുക, ഒരു പരമാത്മാവിന് തുല്യമുള്ളൊരു അവസ്ഥ എത്തുന്ന ഒരു മുഹൂർത്തമാണത്. അതായത് സൂര്യോദയത്തിന് 7:30 നാഴിക മുമ്പുള്ള മുഹൂർത്തം, അതല്ലെങ്കിൽ 48 മിനിറ്റ് മുമ്പേ, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് 48 മിനിറ്റ് മുമ്പുള്ള സമയത്തിനാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. എനിക്കറിയാം കേട്ടോ. അത്തരം കാര്യങ്ങളൊക്കെ എനിക്കറിയുള്ളൂ. എനിക്കറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് കൂടുതൽ അറിവുണ്ടാവും. അപ്പോൾ അത് എനിക്കും കൂടി പറഞ്ഞു തന്നാൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാമല്ലോ. ഓക്കെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് പ്രകൃതിയിൽ നല്ലൊരു സമയമാണ്. പ്രകൃതിയെ സംബന്ധിച്ച്, ഈ ഭൂമിയെ സംബന്ധിച്ച് വളരെ വിശേഷപ്പെട്ടൊരു മുഹൂർത്തമാണ് ബ്രഹ്മമുഹൂർത്തം. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. അതായത് ആ ഒരു സമയത്ത് നമ്മൾ ഉണരുക എന്ന് പറയുമ്പോൾ ഏകദേശം അതൊരു 5:30 മുൻപാണ് കേട്ടോ ആ സമയം വരിക. ഏകദേശമാണ് 5:30 മുൻപ് ആ സമയം. ഞാനൊരു 3:15 മുതലൊക്കെയാണ് ഏകദേശം പറയാം. ഞാനൊരു 3:45 ഉണരാറുണ്ട്. എന്നിട്ട് വിളക്ക് വെക്കും. പിന്നെന്താ, പ്രാർത്ഥിക്കും, ധ്യാനിക്കും, എഴുതും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി ഏകദേശം ഇത് ചെയ്ത് തുടങ്ങാൻ ആഗ്രഹമുള്ളവരായിരിക്കുമല്ലോ എൻ്റെ അടുത്ത് ഇതെന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചേ. അത് ആദ്യം അങ്ങോട്ട് പറയാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ചെയ്യുന്നത് എന്താ എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചിട്ട് ഞാനത് പറയാം കേട്ടോ. ഓക്കെ. പുലർച്ചെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ ആ വിളക്ക് വെക്കുന്നൊരിടം ഉണ്ടാവുമല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് നല്ല വൃത്തിയായിട്ട് തുടച്ചെടുക്കും കേട്ടോ. പിന്നെ നമ്മൾ വിളക്ക് തെളിയിക്കാൻ ആവശ്യമായിട്ട് വരുന്നത് ഒരു തട്ടും 5 ചിരാതും വേണം. ഈ 5 ചിരാതും നമ്മൾ ഈ ഒരു തട്ടിലേക്ക് എടുത്തു വെച്ചതിന് ശേഷമാണ് തെളിയിക്കുന്നത്. ഇത് തെളിയിക്കുമ്പം നമ്മൾ വിളക്ക് വയ്ക്കുമ്പോൾ ഒരു ദിശ പറയുമല്ലോ. അപ്പോൾ ഒന്നുകിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട്. ഈ 5 തിരിയും ഈ ഒരു തട്ടിൽ നമ്മൾ ഈ ഒരു വടക്ക് ദിശ നോക്കിയിട്ടോ അല്ലെങ്കിൽ കിഴക്ക് ദിശ നോക്കിയിട്ടോ ആണ് തെളിയിക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടം എൻ്റെ അടുക്കളയായതുകൊണ്ട് അടുക്കളയിലാണ് വെക്കുന്നത്. ഇതുപോലൊരു തട്ടാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 2 തട്ടൊന്നും വേണ്ട കേട്ടോ, ഞാനത് കൊണ്ടുവരാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് എടുത്തോന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനകത്ത് തിരിയിട്ട് 5 തിരിയിട്ടിട്ട് വിളക്ക് വയ്ക്കും. അതോടൊപ്പം നിങ്ങൾക്ക് തുളസി ഇല ഉണ്ടെങ്കിൽ അത് ആ തട്ടിൽ വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പൂക്കളുണ്ടെങ്കിൽ പൂക്കൾ വയ്ക്കാം. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊക്കെ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ പുലർച്ചെ എനിക്ക് മുറ്റത്ത് ഇറങ്ങി പൂവൊക്കെ പറിക്കാനുള്ളൊരു പേടി കാരണമാണ്. എനിക്ക് പേടിയാണ് കേട്ടോ. മുറ്റത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പേടിച്ചിട്ടാണ് ഞാനിതൊന്നും ചെയ്യാത്തത്. തലേന്ന് പറിച്ച് വെക്കാം കേട്ടോ. തലേന്ന് എടുത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് ഇന്ന് രാവിലെ ഈ ഒരു തട്ടിലൊക്കെ വെച്ച് അലങ്കരിച്ച് എത്രത്തോളം ഭംഗിയായിട്ട് ഇത് തെളിയിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണേ. അതേപോലെ ഉണ്ടല്ലോ, നമുക്ക് ഈ ഒരു ചിരാത് ഞാനിപ്പം ഇവിടെ കാണിക്കുന്നതൊക്കെയും ബ്രാസിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആ തട്ടാണെങ്കിലും നമ്മുടെ ചിരാതാണെങ്കിലും ബ്രാസാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ചിരാതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ റേറ്റ് കുറവാണ്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ വെച്ചിരുന്നത് മൺചിരാതിലാണ് കേട്ടോ. പക്ഷേ മൺചിരാതിൽ നമ്മളിതുപോലെ എണ്ണ ഒഴിച്ചിട്ട് വെക്കുമ്പോൾ ഈ എണ്ണ പാത്രത്തിലേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങാൻ തുടങ്ങും. ഒരു പാത്രത്തിലൊരു തടാകം പോലെ ആ എണ്ണ ഇരിക്കും. പിന്നീട് നമുക്ക് ആ എണ്ണ തന്നെ ഈ ഒരു ചിരാതിലേക്ക് ഒഴിച്ച് ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചിരാതിൽ ലാഭിക്കുന്ന പൈസ മുഴുവനും ഈ എണ്ണയിൽ നഷ്ടപ്പെടുന്നത് പോലെ തോന്നിയപ്പോൾ ഞാൻ പിന്നെ ബ്രാസിൻ്റെ ചിരാത് വാങ്ങിച്ചു. ഒരെണ്ണത്തിന് 90 രൂപ എങ്ങാനാണ് കേട്ടോ. ഒരു ചിരാതിന് 90 രൂപ, അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അപ്പം അത് വാങ്ങിക്കുന്നതാണ്. അത് വാങ്ങിച്ചതിന് ശേഷം പിന്നെ അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല. പിന്നെ ദിവസവും നമുക്ക് ഈ ഒരു തട്ടൊന്ന് തുടച്ച് വെച്ചാൽ മതി.
നല്ല വൃത്തിക്ക് തുടച്ച് വൃത്തിയാക്കി എടുത്താൽ മതി. അതല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ തട്ട് ദിവസം ഇങ്ങനെ കഴുകി ഉണക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മൺചിരാതിലൂടെ ഇങ്ങനെ എണ്ണ ഊർന്നിറങ്ങിയിട്ട് ആ ഒരു പ്രശ്നം ഇപ്പം ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യപ്രദം അതുപോലെ അങ്ങനെ അനുസരിച്ചിട്ടുള്ള, പിന്നെ നമ്മൾ മണ്ണിൻ്റെ അല്ലാതെ ഏതോ ഒരു ഫൈബറാണെങ്കിൽ കത്തിപ്പോവില്ലേ, ഏതോ ഒരു വേറൊരു മെറ്റീരിയൽ കൂടെ വരുന്നുണ്ടല്ലോ ചിരാത്, അത് പക്ഷേ എണ്ണ ഒലിക്കാത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ നിങ്ങളുടെ ആ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് എടുത്താൽ മതി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റ് നമ്മളിങ്ങനെ തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് ഇങ്ങനെ നേരെ ഈ ഒരു തിരിയിലേക്ക് കത്തിക്കരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശാസ്ത്രം എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതുപോലൊരു കൊടിവിളക്കിൽ തിരിയിട്ട് അത് തെളിയിച്ചതിന് ശേഷം അതിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ ചിരാതിലേക്കും നമ്മൾ ഈ ഒരു വെളിച്ചം അങ്ങനെ പകർന്നു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിതിപ്പം ഏകദേശം ഒരു 3:45 എണീച്ചിട്ട് ഒരു 4 മണി 4:30ക്കുള്ളിലാണ് ഈ ഒരു വിളക്ക് തെളിയിക്കുന്നത്. നിങ്ങൾ 5:30ക്ക് മുൻപ് എപ്പം ഒരു 5 മണിക്ക് അലാറം വെച്ച് എണീറ്റ് ഒരു 5:15 ആകുമ്പോഴത്തേക്കും ഈ ഒരു വിളക്കെല്ലാം തെളിയിച്ച്, എന്നുവെച്ചാൽ അത്രത്തോളം സമയമൊന്നും ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എണീറ്റ് തെളിയിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വിളക്ക് എപ്പോഴും തെളിയിച്ച് കഴിഞ്ഞാൽ മിനിമം 9 മിനിറ്റെങ്കിലും തെളിയണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ശരിക്കും ഇങ്ങനെ കറക്റ്റ് ക്ലോക്കിൽ നോക്കി 9 മിനിറ്റ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. തെളിയിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം അത് അവിടെ നിന്ന് തെളിയട്ടെ അല്ലേ, അങ്ങനെ. അപ്പോൾ അതേപോലെ ഞാനിത് അതിൻ്റെ കൂട്ടത്തിലൊരു സാമ്പ്രാണി കൂടി പുകച്ച് വയ്ക്കുന്നുണ്ട്. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ, പക്ഷേ എനിക്കതൊക്കെ ചെയ്യുമ്പോൾ എന്തോ ഒരു മനസ്സിനൊരു ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒരു അടിപൊളിയല്ലേ. അപ്പോൾ ഒരു അമ്പലത്തിൻ്റെ ഒരു അന്തരീക്ഷം തന്നെ നമ്മളെ വീട്ടിൽ രാവിലെ തെളിയുമ്പോൾ ബാക്കി ഉറങ്ങി എണീക്കുന്നവർക്കും ഉണർന്നിങ്ങോട്ട് വരുന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പം ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാനിതാ നമ്മളെ ഭഗവാൻ ഇരിക്കുന്നിടത്ത് ഒരു വിളക്ക് വയ്ക്കും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കുബേര വിളക്ക് പോലെ, അതുപോലെ അതിനകത്ത് തിരിയിട്ടിട്ട് അത് കിടാവിളക്ക് പോലെ കുറേ നേരം അവിടെ നിന്ന് കത്തിക്കോളും. ഒരു ഉച്ചവരെയൊക്കെ സമയമെടുക്കും കേട്ടോ അത് കത്തി തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കത്തിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇതിൻ്റെ ചെറിയ സൈസ് കിട്ടും, അപ്പോൾ അത് ഒരു മണിക്കൂറിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെയും നമ്മൾ ഓരോരോ രീതിയിൽ ഇങ്ങനെ വിളക്ക് വയ്ക്കുന്നുണ്ട്. ഇതൊന്നും ഇതുപോലെ തന്നെ ചെയ്യണം, ബ്രഹ്മമുഹൂർത്ത വിളക്ക് വയ്ക്കുമ്പം അങ്ങനത്തെ ഒരു വിഷയമില്ല കേട്ടോ. നിങ്ങൾ ജസ്റ്റ് രാവിലെ ഉണരുന്നു, ഒന്ന് ഫ്രഷ് ആവുന്നു, അതായത് കുളിക്കണം എന്നില്ല, പക്ഷേ നമുക്ക് തോന്നുമല്ലോ നമ്മളെ ശരീരം നല്ല വൃത്തിയാണ്, മനസ്സ് വൃത്തിയാണ്, ആ രീതിക്ക് ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി നല്ല വൃത്തിയായിട്ട് വിളക്ക് തെളിയിക്കുക. 5 തിരിയിട്ട് വിളക്ക് തെളിയിക്കുക. 5 തിരിയും ഒന്നുകിൽ കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ ദർശനമുള്ള രീതിയിൽ വയ്ക്കുക. എന്നിട്ട് അത് ആ തട്ട് അങ്ങോട്ട് തെളിയിച്ച് വെച്ചാൽ മാത്രം മതി. ഇത്രയും ചെയ്താൽ മതി കേട്ടോ. അതോടൊപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരുന്നത്. ഈ ഒരു വിളക്കിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതിവിടെ ഭഗവാന്റെ മുന്നിൽ തന്നെ അവിടെ കത്തിച്ച് വെക്കും കേട്ടോ. എന്നിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ 5 തിരിയിട്ട നിലവിളക്ക് വരാന്തയിലും കൂടെ തെളിയിക്കും. വരാന്തയിൽ തെളിയിക്കുന്ന സമയത്ത് നമ്മൾ വാതിൽപ്പടി ഉണ്ടാവുമല്ലോ, അവിടെ 2 ചിരാതിൽ വേറെ 2 വിളക്കും കൂടെ നമ്മൾ തെളിയിച്ച് വെക്കും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ രാവിലെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ തെളിയിക്കുന്ന വിളക്ക് കണ്ടില്ലേ, അത് അത്യാവശ്യം ചെറുതാണ് കേട്ടോ. അതെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏട്ടൻ്റെ ഷോപ്പിൽ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വിളക്കാണ് തെളിയിക്കാൻ കൊടുത്തത്. അപ്പോൾ അത് അത്യാവശ്യം വലുപ്പം ഉണ്ടായിരുന്നു. ഉദ്ഘാടന ദിവസമല്ലേ, പെട്ടെന്നൊന്നും അണയണ്ട, കുറേ നേരം കത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് മാറ്റിയതുകൊണ്ടാണ് ഇപ്പോൾ ചെറുതാണ് തെളിയിച്ചിരിക്കുന്നത്. സാധാരണ നമ്മളിവിടെ വലിയ വിളക്കാണ് കേട്ടോ. വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നതിൻ്റെ ഒരു 3 ഇരട്ടി വലുപ്പം, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിൽ പിന്നെ ചന്ദനത്തിരി ഒന്ന് ഒഴിഞ്ഞിട്ട് കത്തിക്കുന്നുണ്ട്. അതേപോലെ കർപ്പൂരം ഒന്ന് തെളിയിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ സാമ്പ്രാണി പുകയിച്ചിട്ട് വീടിൻ്റെ ഉള്ളിലെ എല്ലാ മുക്കിലും മൂലയിലൊക്കെ കൊണ്ടുപോയി ഒന്ന് കാണിക്കും കേട്ടോ. അതുപോലെ ചില ദിവസങ്ങളിൽ കർപ്പൂരം നമ്മൾ ഒഴിയുന്ന സമയത്ത് അതും വീടിന് എല്ലായിടത്തും കൊണ്ടുപോയിട്ടൊന്ന് തെളിയിക്കും. ഇതിൻ്റെയൊക്കെ ഇതെന്താ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ നേരത്തെ എണീക്കുമ്പം തന്നെ ആ ദിവസം അടിപൊളിയാണ് അല്ലേ. കുറച്ച് നേരത്തെ നമ്മൾ എണീക്കുമ്പം ചിലപ്പോൾ സാധാരണ ഉണരുന്നതിലും 1 മണിക്കൂർ മുൻപേ ആയിരിക്കും നമ്മൾ ഉണർന്നിട്ടുണ്ടാവുക. പക്ഷേ ആ ദിവസത്തിലൊരു 2 ദിവസത്തിൻ്റെ ദൈർഘ്യം പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. അതേപോലെ നമ്മൾ രാത്രി ചിലപ്പം എത്ര ലേറ്റായിട്ട് ഉറങ്ങിയിട്ടും കാര്യമില്ല, ദിവസത്തിന് ദൈർഘ്യം ഫീൽ ചെയ്യില്ല. പക്ഷേ രാവിലെ ഒരു ഇത്തിരി നേരം ഒന്ന് നമ്മൾ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് കിട്ടുന്ന പോലെയാണ് തോന്നുക. അതോടൊപ്പം തന്നെ ഇതുപോലെ ഒരു പ്രാർത്ഥനയും, നമ്മളൊരു നല്ലൊരു ഫ്രഷായിട്ട്
പ്രാർത്ഥിക്കുക. ആ ഒരു നല്ല സ്മെല്ല്, വീടിനുള്ളിൽ എപ്പോഴും നല്ലൊരു സ്മെല്ലും വിളക്കും നല്ലൊരു അങ്ങനെ ഒരു രീതിയിൽ ദിവസം തുടങ്ങുമ്പം അത് ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് നമുക്ക് എപ്പോഴും ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റും അല്ലേ? അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം പ്രാർത്ഥിക്കും, എന്തെങ്കിലും നാമം ചൊല്ലും, എഴുതും. അതിന് ശേഷമാണ് നമ്മൾ യോഗ ചെയ്യും കുറച്ച് നേരം. അപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതിനെപ്പറ്റി വലിയ അറിവുകളൊന്നുമില്ല. പക്ഷെ ഞാനത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗുണം എനിക്ക് അനുഭവത്തിലൂടെ അറിയാനും പറ്റുന്നുണ്ട്. അപ്പോൾ പക്ഷെ ചില ആൾക്കാർ എന്താ ചെയ്യാന്നറിയോ, ഈ അതായത് പൊതുവെ ഒരു ഈശ്വര വിശ്വാസം ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, മോഡറേറ്റ് ആയിട്ട് നടുവിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് തോന്നിയ കാര്യമാണേ. അപ്പം ഈ ഒരു ഈശ്വര വിശ്വാസികൾ ഉണ്ടാവുമല്ലോ, ഈശ്വര വിശ്വാസികളിൽ കുറച്ച് പേരെങ്കിലും എങ്ങനെയാണെന്നറിയോ ഈശ്വരനെ വിചാരിക്കുന്നത്, എന്താ പറയുക, അവരിപ്പോൾ എന്തെങ്കിലും എത്ര നന്മ ചെയ്താലും അവർക്കൊരു ആപത്ത് വരുമ്പോൾ ദൈവം വന്ന് രക്ഷിക്കുമോ എന്നുള്ളൊരു ചെറിയൊരു സംശയം അവിടെ ബാക്കിയുണ്ടാവും. രക്ഷിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമൊക്കെ ഉണ്ടാവും, ദൈവം കാത്തോളോ എന്താണെന്നുള്ളൊരു ആദ്യം മനസ്സിലുണ്ടാവും. പക്ഷേ ഉണ്ടല്ലോ, ഇതേ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റുമ്പോൾ ശിക്ഷിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. എന്നോട് ആ അബദ്ധം പറ്റി, ഉറപ്പായിട്ടും എനിക്ക് ശിക്ഷ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും, ഈശ്വരാന്ന് വിളിച്ചിട്ട് പിടയ്ക്കാൻ തുടങ്ങും അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് എല്ലാവരുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, ചില ആൾക്കാർ, എൻ്റെ അമ്മയൊക്കെ ആ ഒരു കൂട്ടത്തിലാട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദൈവം ഒരിക്കലും വടിയെടുത്ത് തോക്കെടുത്ത് ഇങ്ങനെ കാത്തു നിൽക്കുന്നല്ലോ. ആരാ അവിടെ തെറ്റ് ചെയ്യുന്നത് നോക്കട്ടെ, ശിക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര വിജിലൻ്റായിട്ട് ഇരിക്കുന്ന ആളൊന്നുമല്ലല്ലോ ഒരു മനുഷ്യൻ. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. അങ്ങനെയൊന്നുമല്ല ദൈവം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ. പക്ഷെ ഡയലോഗ് അടിക്കുമ്പോൾ നമ്മൾ അറിയും ക്ഷമയാണ് ഒരു മനുഷ്യനെ ദൈവമാക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് തെറ്റ് പറ്റുക എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ ഒരു തത്വം, മനുഷ്യത്വം നമ്മളെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. തെറ്റ് പറ്റൂലേ? പറ്റും. അതൊന്നും പ്രശ്നമല്ല. നമ്മളെ അറിവ്, ഇപ്പോൾ നമ്മൾ പറയൂലേ ഈ മൂലമന്ത്രങ്ങളും അല്ലെങ്കിൽ സഹസ്രനാമങ്ങൾ, അത്രയും നാമങ്ങളൊന്നും ചൊല്ലാൻ പണ്ടുള്ള പണ്ഡിതന്മാർക്ക് മാത്രമല്ലേ പറ്റുന്നുള്ളൂ. അഭ്യാസമൊന്നും ഇല്ലാത്തവരെന്താ ചെയ്യുക? അപ്പം എന്ത് പറഞ്ഞു? രാമരാമ ചൊല്ലിക്കോളൂ. അപ്പം രാമരാമ എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം അത് വിചാരിച്ചിട്ട് ഇത് ചൊല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നം, ഇവൻ ഇത്രയും ചൊല്ലിയിട്ട് ഇവന് കുറച്ച് കൂടുതൽ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഇവൻ രാമരാമ എന്ന് മാത്രമേ ചൊല്ലുള്ളൂ, ഇവന് കുറച്ച് അങ്ങനെ കൊടുക്കട്ടെ. അങ്ങനെയൊക്കെ മനുഷ്യന്മാർക്കിടയിലല്ലേ ഉള്ളൂ. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ശരിക്കും ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയല്ല. ഇത് ഏതൊരാളെ അവിടെ ഇങ്ങനെ നിർത്തി പറയും പോലെയാണ് പറയുന്നത്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് അത് ഞാൻ ചെയ്യാം. ശരിക്കും മുറിവൈദ്യൻ എന്ന് പറയുന്ന മാതിരി അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ, അത് എന്തൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും മനസ്സർപ്പിച്ച് ചെയ്യാം. നല്ല ഉദ്ദേശത്തോടു കൂടി നന്മയോടുകൂടി മനസ്സ് സമർപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങളുടെ മനസ്സ് അവിടെ ഉണ്ടോ, അത് സമർപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും പ്രശ്നമില്ല. അത് നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കാര്യത്തിന് ദൈവത്തിൻ്റെ ഫലം തീർച്ചയായിട്ടും കിട്ടും. അതായത് നമ്മൾ ഒരു കുറൂരമ്മയുടെ കഥയാണോ? കുറൂരമ്മയാണെന്ന് തോന്നുന്നു. കാരണം മനസ്സർപ്പിക്കുന്നിടത്താണ് ഭക്തി ഉണ്ടാവുക. അമ്മയുടെ കഥ പറഞ്ഞപ്പോൾ ലോങ് ആയിപ്പോവും, അതുകൊണ്ട് ഞാൻ ആ അമ്മയുടെ കഥ പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന കഥയായിരിക്കും മിക്കവാറും. അതായത് ഏകാദശി നോറ്റിട്ട് ഷോർട്ടാക്കി പറയാം. ഏകാദശി നോൽക്കും. ഈ അമ്മയ്ക്ക് എണ്ണ അറിയില്ല, കലണ്ടറില്ല, പഞ്ചാംഗം നോക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ എല്ലാ മാസവും ഏകാദശി നോക്കും. പക്ഷേ ഈ അമ്മ ഇങ്ങനെ കല്ലെണ്ണി വെച്ചിട്ടാണ് ദിവസം പോകുന്നത് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏകാദശി നോറ്റ് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പം 2 സന്യാസിമാർ വീട്ടിലേക്ക് വരും. അപ്പം പണ്ടത്തെ കാലത്ത് ഇങ്ങനെ വീട്ടിൽ വന്നാൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ അമ്മ പറയും, അയ്യോ ഇന്ന് ഏകാദശി അല്ലേ, അതുകൊണ്ട് വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അവർ ചോദിക്കും, ഇന്നാണോ ഏകാദശി? അതേ ഇന്നാണല്ലോ എന്ന് പറയും. എൻ്റെ കണക്കിൽ ഇന്നാണല്ലോ. അപ്പോൾ അവർ ചോദിക്കും, അവരെടുത്തിട്ടില്ല ഏകാദശി. അപ്പോൾ അവരപ്പം തന്നെ എന്തൊക്കെയോ കണക്കൊക്കെ നോക്കുമ്പോൾ ശരിയാണല്ലോ, ഇന്ന് ഏകാദശിയാണ് എന്ന് വിചാരിക്കും. അങ്ങനെ അമ്മേൻ്റെ അടുത്ത് സംസാരിച്ച് നല്ല സന്ദേശങ്ങളൊക്കെ കൈമാറി ഇവർ ഇറങ്ങി പോകുമ്പോൾ അടുത്തൊരു വീട് കാണുന്ന സമയത്ത് അവർ വിളിക്കും, ഇവിടെ കയറി എന്തെങ്കിലും കഴിച്ചിട്ട് പോ എന്ന് പറയും. അത് ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അപ്പം ചോദിക്കും, ഇവർ ഏകാദശി എടുത്തില്ലേ? അപ്പോൾ ചോദിക്കും, നാളെയല്ലേ ഏകാദശി? അല്ല, നാളെയല്ല ഏകാദശി, ഇന്നാണെന്ന് പറയും ഈ സന്യാസിമാർ. അപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ ആ വീട്ടിൽ കയറി, എന്നിട്ട് അവിടുത്തെ അമ്മ പറയും, ഇന്നല്ല നാളെയാണ് ഏകാദശി, എനിക്ക് തെറ്റൂല എന്ന് പറയും. അപ്പോൾ ഇവർ അവിടെ ഇരുന്നിട്ട് ഏകാദശിയുടെ കണക്ക് നോക്കുമ്പോൾ ശരിയാണല്ലോ, നാളെയാണ് ഏകാദശി. അപ്പോൾ സന്യാസിമാർക്കൊരു കാര്യം മനസ്സിലായി, ആ അമ്മ ഇതൊന്നും അറിയാതെ കണക്ക് കൂട്ടി വെച്ചിട്ടുള്ള ഇതിലെന്തോ ഒരു പിഴവ് സംഭവിച്ചതാണ്. പക്ഷെ അമ്മ മനസ്സർപ്പിച്ചാണ് ഇന്നേ ദിവസം ഏകാദശി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ അമ്മയെ സംബന്ധിച്ച് ഏകാദശി അന്നാണ്. ഇത്രയേ ഉള്ളൂ ഭക്തി.
അങ്ങനെയാണ് വിചാരിക്കേണ്ടു. ഇത്ര സിമ്പിളായിട്ട് എടുക്കുക കേട്ടോ, സിമ്പിളായിട്ട് എടുക്കുക, പക്ഷെ അതിനെ മനസ്സിൽ അത്രയും സ്ഥാനം കൊടുത്ത് ഉൾക്കൊള്ളുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ പിന്നെ ഈ കഥ പറഞ്ഞതുപോലെ നമ്മളുണ്ടല്ലോ, ഈ ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ പറ്റി എനിക്ക് കൂടുതൽ ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ, ആ ഒരു പുലർച്ചെ സമയത്ത് ഉണരുമ്പോൾ എനിക്കെന്തോ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഉണരുകയും അതുപോലെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, നിങ്ങളിപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്കെന്ന് പറഞ്ഞിട്ട് 5 തിരിയിട്ട് ഈ വടക്കോട്ടോ കിഴക്കോട്ടോ നോക്കി വെച്ച് പ്രാർത്ഥിക്കണം എന്ന് ഇല്ല, അതിൻ്റെ നിർബന്ധമില്ല. കാരണം നിങ്ങൾക്ക് ഒരു തിരി വിളക്കിട്ടിട്ട് ഒരു തിരി വെച്ചിട്ടോ അല്ലെങ്കിൽ 2 തിരി കിഴക്ക് പടിഞ്ഞാറ് പറഞ്ഞിട്ട് നിങ്ങളെ സാധാരണ നിലവിളക്കില്ലേ അതിലൊരു തിരി കത്തിച്ചിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കെടാവിളക്ക് പോലുള്ളൊരു സംഭവമുണ്ട്, അതായത് വിളക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് വെച്ചിട്ട് നിങ്ങൾ വിളക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥിച്ചാലും മതി. ഈ വിളക്ക് എന്ന് പറയുമ്പോൾ ഒരു ദീപം ഇങ്ങനെ പ്രകാശിക്കുകയാണ്, അതിൻ്റെ പ്രകാശം നമ്മളെ ഉള്ളിൽ നിറയും, ഉറപ്പായിട്ടും നിറയും കേട്ടോ. അത് വെറും ഒരു തീനാളമായിട്ട് കാണരുത്, അതിൻ്റെ പ്രകാശം നമ്മളെ ഉള്ളിലുണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, ഈശ്വരനോട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ്സിനെ പറ്റി ആലോചിക്കുക. ഒരിക്കലും നിങ്ങൾ നിങ്ങളെ നെഗറ്റീവായ കാര്യങ്ങൾ ആലോചിക്കരുത്, എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആലോചിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് എങ്ങനെ വെക്കുന്നു എന്നതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ആ വെച്ചതിന് ശേഷം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കാം. കാരണം ഇതിപ്പോൾ ഭയങ്കര ലെങ്ത് ആയിപ്പോയില്ലേ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അതും പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ സന്തോഷമായിട്ട് ഒരു സംശയവും ഇല്ലാണ്ട് മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിളക്ക് വെച്ചോ, ഉറപ്പായിട്ടും അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ നന്നായിട്ട് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് കാണും കേട്ടോ. കാരണം എന്നെ കാണുന്നവർക്ക് പോലും ഇപ്പോൾ ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതെന്നെ ഭയങ്കര ശരിക്കും അതൊരു അതിശയം തന്നെയല്ലേ. അതുകൊണ്ട് നിങ്ങളും ഇപ്പോൾ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പ്രപഞ്ചം അനുവദിക്കാതെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, എന്ത് കാര്യത്തിലേക്കും. അപ്പോൾ നിങ്ങളുടെ സമയം, ഇത്രയും വയസ്സ് വന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഈ വിളക്കിനെ കുറിച്ചൊക്കെ അറിവ് കിട്ടിയിട്ടും ഞാനിത് തെളിയിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഞാനത് തെളിയിച്ചു, അതാണ് എൻ്റെ സമയം. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇതായിരിക്കും സമയം. ഞാൻ ഈ വന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കാനുള്ള ഒരു സമയമുണ്ടല്ലോ, അത് ദൈവം നിശ്ചയിച്ചതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ ഈശ്വര ഭക്തിയോടുകൂടി നിറഞ്ഞ മനസ്സോടു കൂടിയിട്ട് ഏത് മൂർത്തിയെയാണോ ആരാധിക്കുന്നത് ആ ദൈവത്തെ വിചാരിച്ചുകൊണ്ട് ഈ ഒരു നേരത്ത് ഉണരുകയും ആ നേരത്തൊരു വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത് നോക്കൂട്ടോ. ഉറപ്പായിട്ടും ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം എനിക്ക് എൻ്റെ അനുഭവം ഉണ്ടല്ലോ മുൻനിർത്തി പറയാൻ വേണ്ടിയിട്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മിറാക്കിൾ സംഭവിച്ചു. അതൊക്കെ വഴിയെ നമുക്ക് ഓരോരോ വീഡിയോ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ആരും സംശയിക്കേണ്ട, ഞാൻ ഈ പറഞ്ഞ രീതിക്ക് വിളക്ക് വെച്ച് തുടങ്ങിക്കോളൂ. ഇതെന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ല എന്ന് വിചാരിക്കരുത്. ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഒന്നും ഇതാക്കേണ്ട, നിങ്ങളൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ആ വിളക്ക് വെക്കുക. ഒരു 3:45 മുതൽ 5:30 വരെ നമുക്ക് ടൈമുണ്ട്. 5 മണിക്ക് എഴുന്നേറ്റിട്ട് അങ്ങനെ വിളക്ക് വെച്ചാലും മതി. ഇനി അതല്ല 3:45 എണീച്ചിട്ട് വിളക്ക് വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ, അല്ലെങ്കിൽ 4 മണിക്ക് ഉണർന്നിട്ട് ചെയ്യാം. ഇത് കുളിച്ചിട്ട് വെക്കാം, കുളിക്കാതെ വെക്കാം, എങ്ങനെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. പൂജാമുറിയിലാണ് നിങ്ങൾ ഈ വിളക്ക് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ശുദ്ധമായിട്ട് ഇങ്ങനെ ഒരു അമ്പലത്തിൽ പോകുന്ന അതേ രീതിക്ക് തന്നെ ചെയ്യണം. പല്ല് തേച്ച് കുളിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വൃത്തിക്ക് തന്നെ ചെയ്യണം. മറ്റേത് വൃത്തിയില്ലാണ്ട് ചെയ്യണമെന്നല്ല കേട്ടോ, അങ്ങനെയൊന്നും എടുക്കല്ലേ, അങ്ങനെയല്ല. ഇത് നമുക്ക് ഈ മരിച്ചിട്ട് പോലെ ഉണ്ടാവുക പറയില്ലേ, പുലവാലായ്മ എന്ന് പറഞ്ഞ സംഭവമില്ലേ. അല്ലെങ്കിൽ ഒരു കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഇത്ര ദിവസം അല്ലെങ്കിൽ 11 ദിവസം 16 ദിവസം നമ്മൾ അമ്പലത്തിൽ പോകില്ല എന്നൊക്കെ പറയില്ലേ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു വിളക്കിനില്ല കേട്ടോ. അതുപോലെ പിന്നെ എന്താണ്, കുളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് വീട്ടിലെവിടെ വേണമെങ്കിലും വെക്കാം വിളക്ക്. പിന്നെ ഡൈനിങ് ഹാളിലോ ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടം എൻ്റെ കിച്ചണാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പ്രിയപ്പെട്ട സ്ഥലത്താണ് എൻ്റെ ദീപം തെളിയിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരിടത്ത്, പൂജാമുറി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഞാൻ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഭഗവതീനെ നന്നായിട്ട് ആരാധിക്കുന്ന ഒരാളാണ്. പക്ഷേ വീട്ടിൽ അങ്ങനെ ഒരു പൂജാമുറി വെച്ചിട്ട് ഒരിടത്ത് മാത്രം ഇരുത്തി ആരാധിക്കേണ്ട അങ്ങനെ ഒരു ചിന്താഗതി എനിക്കില്ല. അപ്പോൾ എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വിളക്ക് വെക്കാൻ സ്ഥിരമായിട്ടൊരു സ്ഥലമുണ്ട്, അതൊക്കെ. പക്ഷെ അത് പൂജാമുറിയൊന്നുമല്ല. എനിക്ക് എപ്പോഴും വീട്ടിലെവിടെ നിന്ന് കഴിഞ്ഞാലും കാണാൻ പറ്റുന്നൊരു ഏരിയയിൽ ആ വിളക്ക് അങ്ങനെ തെളിഞ്ഞുകൊണ്ടേയിരിക്കും പകൽ മുഴുവനും. അതുപോലെ ഞാനിപ്പോൾ അടുക്കളയിലാണ് വെച്ചത്. നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് ഏറ്റവും സമാധാനവും സന്തോഷവും കിട്ടുന്നത് ആ ഒരു സ്ഥലത്ത് കൊണ്ട് ആ വിളക്ക് തെളിയിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രകാശവും വരക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്താണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ, വേണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത്. വെറുതെ വീഡിയോ ചെയ്തിട്ട കാര്യം അതുകൊണ്ട് ഓക്കെ. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ജിത്തൂസ് ഡാൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലാണ്
നമ്മളെ റെസിപ്പി വീഡിയോയുടെ ചാനൽ. അതിൽ കണ്ടവരാരെങ്കിലും ഇവിടെ വന്ന് എന്നെ കാണുമ്പോൾ ഇത് രണ്ടും ഒരേ ചാനലാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഇത് ജിത്തു സുധി എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാനലാണ്. ഇത്തരം വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളെ റെസിപ്പി വീഡിയോ തന്നെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ബൈ.